4-5 വിദ്യാർത്ഥികളെ മാത്രം ഗണിതശാസ്ത്രം പഠിപ്പിച്ചിരുന്ന സ്വാമിയാറും അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ പിൽക്കാലത്ത് ഇന്ത്യയുടെ രാഷ്ട്രപതിയുമായ APJ അബ്ദുൽ കലാം സാറിൻ്റെയും ഭാരതത്തിൽ കേരളമെന്ന് പറയുന്ന സംസ്ഥാനത്തെ ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെയും രീതികളെയും താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു? സർക്കാരിൽ സ്വാധീനമുള്ള സ്കൂൾ മാനേജ്മെന്റ് നടത്തുന്ന സ്കൂളുകളിൽ മാത്രമാണോ എല്ലാ വർഷവും സംസ്ഥാനതല പ്രവേശനോത്സവവും തൂഫാൻ ഉദ്ഘാടനവും മറ്റും നടത്തേണ്ടത്? സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പ്രോപ്പർ രസീത് നൽകാതെ സ്കൂൾ സംഭാവനകൾ പിരിക്കുന്നത് പൂർണ്ണമായും തടയിടേണ്ട സംഗതിയാണ്. SPCയുടെ പേരിലായാലും മറ്റും പല സർക്കാർ സ്കൂളുകളിലും യാതൊരുവിധ രസീതും നൽകാതെ നിയോഗിക്കപ്പെട്ട അധ്യാപകർ പിരിവെടുക്കുക പതിവാണ്. പിരിവ് കൊടുത്തില്ലെങ്കിൽ A ഗ്രേഡ് നൽകേണ്ട വിദ്യാർത്ഥിക്ക് Bയും Cയും നൽകുക പതിവാണ്. ചില സർക്കാർ സ്കൂളുകളിലാണെങ്കിൽ ചൂരൽ മരം വരെ വളർത്താറുണ്ട് ചൂരൽ വെട്ടുന്നതിനായി. കഴിഞ്ഞ അധ്യയന വർഷം നടന്ന ഒരു സംഭവം ഇവിടെ പ്രസ്താവിക്കാം. തീരദേശത്തു നിന്നും വരുന്ന ഒരു +2 വിദ്യാർത്ഥി, അവൻ സ്കൂൾ സമയം കഴിഞ്ഞാൽ തട്ടുകടയിൽ പണിയെടുത്താണ് അവൻ്റെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവൻ സത്യങ്ങൾ അധ്യാപകരോടായാലും വിളിച്ചു പറയുവാനുള്ള ധൈര്യം കാട്ടാറുണ്ട്. ഇത്തരം സ്വഭാവമുള്ളതിനാൽ അവനോട് പലർക്കും കലിപ്പുണ്ടാവുക സ്വാഭാവികം. ഒരു നാൾ കുറച്ച് വിദ്യാർത്ഥികളും ഒരു കൂട്ടം ക്രിമിനൽ സ്വഭാവമുള്ള വിദ്യാർത്ഥി രാഷ്ട്രീയക്കാരും ചേർന്ന് ക്ലാസ് മുറി അടച്ചിട്ട് അവനെ മറ്റ് സഹപാഠികളുടെ മുന്നിലിട്ട് പൂക്കോട്ട് രീതിയിൽ കൈകാര്യം ചെയ്യും. അതിന് കൂട്ടുനിൽക്കുന്ന തൊഴിലാളികളായ അധ്യാപകരും ഇത്തരം സംഭവങ്ങൾക്ക് കണ്ണടച്ച് മൗന അനുവാദം നൽകുന്നു. ആ രീതിയിൽ നമ്മുടെ പല സ്കൂളുകളും അധപ്പതിച്ചിട്ടുണ്ട്. അത്തരം സ്കൂളുകളിൽ സർക്കാരിൻ്റെ ഉദ്ഘാടനവും മറ്റും എത്തുകയും സർക്കാർ ശ്രദ്ധയും പതിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.